ഹലോ എവ്രി വൺ. ഇന്നത്തെ സെഷനിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSV എന്ന ഫയൽ ഫോമാറ്റിനെ കുറിച്ചാണ്. വാട്ട് ഈസ് CSV? CSV എന്താണെന്നും എങ്ങനെയാണ് ഒരു എക്സൽ ഫയൽ CSV ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതും അങ്ങനെയുള്ളൊരു CSV ഫോമാറ്റിലുള്ള ഫയൽ കൊണ്ട് എന്താണ് പ്രയോജനം, അതുകൊണ്ട് എന്താണ് ഉപയോഗം എന്നുള്ളതുമാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു എക്സൽ ഫയൽ എടുക്കാം. ആ എക്സൽ ഫയലിൽ നമുക്കറിയാം അത് റോസ് ആൻഡ് കോളംസ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും ഇൻഫർമേഷൻ. ഫസ്റ്റ് തന്നെ CSV എന്ന് പറഞ്ഞാൽ അർത്ഥം കോമ സെപ്പറേറ്റഡ് വാല്യൂ, കോമ സെപ്പറേറ്റഡ് ഫയൽ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷനെ കോമ സെപ്പറേറ്റഡ് ആയിട്ടുള്ള റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോമാറ്റാണ് CSV എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു എക്സൽ ഫയൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓഫീസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സേവ് ആസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേര് കൊടുക്കാം. അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഫോർമാറ്റ് സേവ് ആസ് ടൈപ്പ് എന്നുള്ളതുണ്ടാവും. അതിൽ നമ്മൾ CSV എന്ന് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കൺഫർമേഷൻ ചോദിക്കും, അതിൽ ഓക്കെ കൊടുക്കുക, പിന്നെ യെസ് എന്ന് കൊടുക്കുക. ഈ ഫോമാറ്റ് തന്നെയാണ് നമുക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുള്ള പെർമിഷനാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സൽ ഫയൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, CSV എന്ന ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ CSV ആയിട്ട് കൺവേർട്ട് ചെയ്ത ഫയലിൻ്റെ എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ കോൺടാക്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു മെയിൽ, ഇപ്പം ഞാൻ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗൂഗിൾ കോൺടാക്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾക്ക് നമ്മുടെ ഗൂഗിൾ കോൺടാക്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ചോദിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഇത് CSV എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാട്സാപ്പായിട്ടൊക്കെ സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോൺടാക്ട്സിനെ വളരെ ഈസി ആയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ചേർത്താനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ടു ഇമ്പോർട്ട് കോൺടാക്ട് സെലക്ട് CSV എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഏതാണോ സോഴ്സ് ഫയലുള്ളത് അത് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എൻറ്റയർ റെക്കോർഡ്സ് വിൽ ബി ആഡഡ് ടു അവർ ഗൂഗിൾ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഗൂഗിൾ കോൺടാക്ട്സ്. ഇത് തന്നെ നമ്മൾ വാട്സാപ്പായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലെ ഗ്രൂപ്പ്സിലോട്ടും ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.